പാറുവിൻ്റെ ബിരിയാണിയാണ്. ഇത് കുഞ്ഞൻ്റെയാണ്, ഇത് അച്ഛൻ്റെ. ഇത് അച്ഛൻ്റെ ആടാ, വെയിറ്റ് കൂടിയത് അച്ഛൻ്റെയാണ്. ഓക്കെ, ആ കഴിച്ചോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് എറണാകുളം ടൗണിലാണ്, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? പാറു, എങ്ങോട്ടാണ് നമ്മളുടെ യാത്ര ഇന്ന്? അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ കാണാം അല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങള് പോണ ട്രെയിനാണ് ജനശതാബ്ദി. ഇപ്പൊ കിട്ടുന്നില്ലല്ലോ അത്. ഞങ്ങള് പോണ ട്രെയിനാണ് ജനശതാബ്ദി. ഇത് 9:40 എറണാകുളം ടൗണിൽ വരിക. അപ്പോൾ ഇപ്പോൾ 9:20 ആയി, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ട്രെയിൻ വരും. ഇനി ബാക്കിയെല്ലാ വിശേഷങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് പോയി കാണാം. മോളെ, നമ്മള് ട്രെയിൻ വന്നിട്ടാ. പൊട്ടിച്ചില്ലേ? അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നത്. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. നമ്മളുടെ D10 അല്ലേ? ഓരോ എഴുതി നോക്കട്ടെ. ഞാനേ അവളെ ഒക്കെ എഴുതിയത് കറക്റ്റാണോ നോക്കട്ടെ. അതെ, കറക്റ്റാണല്ലോ. കറക്റ്റ്. അമ്മേൻ്റെ രണ്ടുപേരുടെയും കറക്റ്റാണ്. രണ്ടുപേർക്കും 10 out of 10. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് പാർസൽ കൊണ്ടുവന്നുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ഇവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാന്. ഇത് പാറുവിൻ്റെ ബിരിയാണിയാണ്. ഇത് കുഞ്ഞൻ്റെയാണ്, ഇത് അച്ഛൻ്റെ. ഇത് അച്ഛൻ്റെ ആടാ, വെയിറ്റ് കൂടിയത് അച്ഛൻ്റെയാണ്. ഓക്കെ, ആ കഴിച്ചോ. ബാക്കിയുണ്ടെങ്കിൽ അച്ഛൻ കഴിച്ചോണ്ട്. എൻ്റെ പാക്കറ്റ് തുറക്കുകയാണ്. ഞാൻ നമ്മൾ കൊണ്ടുവന്നത് വെജ് ബിരിയാണി. ഇത് ഞാനും ലിമോവും രാവിലെ നീച്ചുണ്ടാക്കിയതാണ്. ഞാൻ വെജ് ബിരിയാണി. നല്ല രസമുണ്ടാ? ബിരിയാണി ഒരു രക്ഷമില്ല. വെജ് ബിരിയാണിയാണ്, അടിപൊളി ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് പോകണം. അവിടെ റൂമുണ്ട് നോക്കണം. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് കണ്ടിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നു. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള
കാഴ്ച. നമ്മളെ ഇനി നമുക്ക് ഓട്ടോറിക്ഷ പോവാം അല്ലേ? ഓട്ടോറിക്ഷ നോക്കണം. അത് ഓട്ടോ സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. പിന്നെ അവിടെ പോയിട്ട് നോക്കണം വല്ല റൂംസ് അവൈലബിൾ ആണോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടോ. ഇവിടെ പ്രീപെയ്ഡ് ഓട്ടോ ആണ്. സർവീസ് ചാർജ് 3 രൂപ ആണ്. പിന്നെ ഓട്ടോ ചാർജ് ഇപ്പോൾ എത്രയെന്ന് അറിയാം, ചോദിക്കണം. ഇവിടെ ഓട്ടോയിൽ കയറിയിരിക്കാൻ പറഞ്ഞു, പക്ഷേ ആരും ഓട്ടോയിൽ കാണുന്നില്ല. ഇല്ല ലിമോ? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നേ? രാവിലെ 5 മണിക്ക് നീച്ചുണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? പാറൂരിന് എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? അച്ഛൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാ? മൂളലില്ലല്ലോ. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ? ഈ അമ്പലത്തിലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ഞങ്ങൾ റൂം എടുത്തത് ഇവിടെയാണ് കേട്ടോ, രാജധാനി ടൂറിസ്റ്റ് ഹോം. അത് നോർമൽ റൂം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് അഴിമല ശിവ ടെമ്പിളിലേക്കാണ് പോണത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് അവിടെയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ KSRTC ബസ് ഷെൽട്ടറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ ആഴിമലയ്ക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ? ബസ്സിൻ്റെ കാര്യം വലുതും പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ല റേറ്റാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നോക്കി, 300-400 രൂപ പറയണം ആഴിമലി ശിവ ടെമ്പിളിന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബസ്സിന് പോകാമെന്ന്. എന്തായാലും ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് വ്ളോഗ്സ് അല്ലേ, അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പ് നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് KSRTC ബസ് കിട്ടി. ആഴിമല അല്ലേ, ഡയറക്റ്റ് ആഴിമലയ്ക്ക് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് വന്നത്. ഇപ്പം ഞങ്ങൾ ആഴിമല ടെമ്പിളിൽ എത്തി. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പ് നിന്ന് നമുക്ക് ഓട്ടോറിക്ഷ കാണിച്ചാലുണ്ട്, ഓട്ടോറിക്ഷ ടാക്സി ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയത് കാരണം ഞങ്ങൾ മോസ്റ്റ്ലി ഈ ബസ്സും KSRTCയും ഓട്ടോറിക്ഷ ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആഴിമല ടെമ്പിളിന് മുമ്പിലെത്തി. ഇതാണ് കേട്ടോ ആഴിമല ടെമ്പിളിൻ്റെ പുറത്തെ കാഴ്ചകൾ കേട്ടോ. ഇതിൻ്റെ മതിലിൽ നല്ല ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ. നമ്മളൊരു തമിഴ്നാട്ടിൽ വന്ന ഒരു ഫീലിംഗ് ആണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി, ആഴിമല ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ഇത് 20 രൂപീസ് ടിക്കറ്റ് പെർ പേഴ്സൺ. ഇവിടെ ശിവൻ്റെ പ്രതിമയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ശിവൻ്റെ പ്രതിമ. കണ്ട ആ പാറി പറന്ന മുടിയും പിന്നെ ഗംഗാദേവിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൽ ഒരു വലിയ ഒരു പ്രതിമയാണ്. ഇത് 58 ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടത്. പിന്നെ ഇത് മുഴുക്ക ഉണ്ടാക്കിയത് കോൺക്രീറ്റ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്ത് ക്ലീനാണെന്നറിയോ. പിന്നെ ഇവിടുന്ന് നല്ല കാഴ്ചയാണ് കേട്ടോ. നമ്മളുടെ ആഴിമല ബീച്ചാണത്. നല്ല കാഴ്ചയാണ് ഇവിടുന്ന്. കണ്ട കടലിൻ്റെ തിരമാലകളൊക്കെ ഇവിടുന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇത് ഈ ശിവൻ്റെ പ്രതിമയുടെ ബാക്ക് തന്നെയാണ്. ഞാൻ വലിയ താഴ്ചാണ്. ഇതാണ് കേട്ടോ ശിവൻ്റെ അമ്പലം. നമ്മളുടെ ശിവ സ്റ്റാച്ചുവിൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ്. ഇത് കാണാൻ വളരെ അട്രാക്റ്റീവാണ്. ഇത് മുഴുക്ക കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ്. പിന്നെ ആ ചുമരിലുള്ള ആർട്ട് വർക്കൊക്കെ നല്ല ഗംഭീരം തന്നെയാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ മുകളിൽ പാലാഴി മന്ദനത്തിൻ്റെ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ആഴിമല ശിവക്ഷേത്രം കണ്ടിട്ട്
ഇപ്പോൾ ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് എത്തി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷനാണ്. ഇവിടെ ആരെയും ബീച്ചിലോട്ട് കടത്തി വിടുന്നില്ല. ഇവിടെ ഹൈ ടൈഡാണെന്ന്, കാരണം ആരും ബീച്ചിൽ നിന്നില്ല. ഞങ്ങൾ വന്നത് ബസ്സിനാണ് കേട്ടോ. ആഴിമല ടെമ്പിളിന് അവിടെ ഞങ്ങൾക്ക് ബസ് കിട്ടി. കോവളം ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചാണ് ഇങ്ങോട്ട് എത്തിയത്. രാത്രി ആവാറായി കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ആക്ച്വലി നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല തണുപ്പ്, നല്ലൊരു കൂൾ വൈബ്. പിന്നെ ഇവിടെ നമുക്ക് സൈഡിൽ കുറേ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഞങ്ങളിഞ്ഞ് തിരിച്ച് റൂമിൽ പോവാണ്. ഇവിടെ അധികം ഒന്നുമില്ല, ശരിക്ക് കാണാൻ പറ്റില്ല, കാരണം എല്ലാം ബ്ലോക്കാണ്. തിരക്കാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കോവളം ബീച്ചൊക്കെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പ് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്, ഡിന്നർ. മോൾക്ക് എന്താ വേണ്ടത്? ഇന്നിപ്പോൾ പ്ലെയിൻ റോസ്റ്റ്. ഇവരൊക്കെ പ്ലെയിൻ റോസ്റ്റുകാരാണ്. അങ്ങനെ മോളുടെ ദോശ വന്നു കേട്ടോ. മോൾ എങ്ങനെയുണ്ടോ ദോശ? ഇത് നെയ് റോസ്റ്റ് അല്ലേ, മസാല ഇല്ലേ അതിൽ? ചട്നിയൊക്കെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ലേ? ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളെ അമ്പലത്തിന് മുമ്പിലുള്ള സ്ട്രീറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ചെരുപ്പിൻ്റെ കടകൾ, തുണിക്കടകൾ, എല്ലാം പകരം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വാച്ചിൻ്റെ കട, ഇഷ്ടംപോലെ വാച്ചുകളുണ്ട് ഇവിടെ. ഓരോരോ കച്ചവടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. അപ്പം നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഹെലികോപ്റ്റർ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ട്രാവലിംഗ് ആയിരുന്നു, ഫുൾ ട്രാവലിംഗ്. ബസ്, ഓട്ടോ, ബസ് ഒക്കെ ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് നമ്മൾ എന്താണ് പറയുക ട്രാവൽ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇന്ന് ശിവൻ്റെ അമ്പലത്തിൽ പോയി അല്ലേ, ആഴിമല ശിവ ടെമ്പിൾ. അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കോവളം ബീച്ചിൽ പോയി. അവിടെ എത്തിയപ്പോഴും ഈവനിങ് ആയി. അപ്പോൾ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീഡിയോ അങ്ങനെ ഫുൾ എടുക്കാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോവളം ബീച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി സ്ട്രീറ്റ് വാക്കൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു. നാളെ ഞങ്ങൾ പോണത് പത്മനാഭസ്വാമി ക്ഷേത്രവും പിന്നെ 2-3 സ്പോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.